ഹായ്, ബീസിംഗ് ERPയിൽ ഒരു സെൽ റിട്ടേൺ എങ്ങനെ എൻ്റർ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. നമുക്ക് രണ്ട് രീതിയിൽ ബീസിംഗ് ERP ഉപയോഗിച്ചുകൊണ്ട് സെൽ റിട്ടേൺ എൻ്റർ ചെയ്യാം. ഫസ്റ്റ്, നമുക്ക് ഇൻവോയ്സ് ബേസ്ഡ് റിട്ടേൺ അഥവാ നമ്മുടെ ഇൻവോയ്സ് ഏതാണോ എന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ ആ കസ്റ്റമറുടെ ബില്ലിൽ കയറിയിട്ട് നമ്മളൊരു സെൽ റിട്ടേൺ അടിക്കുക. നിലവിൽ ഓൾറെഡി ചെയ്തു പോയിട്ടുള്ളൊരു ഇൻവോയ്സ് ഉണ്ടായിരിക്കും. ആ ഇൻവോയ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റോ ഒന്നിലധികം പ്രൊഡക്റ്റോ നമ്മൾ സെൽ റിട്ടേൺ അടിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്റ്റ് സെൽ റിട്ടേൺ മെത്തേഡാണ്. അഥവാ കസ്റ്റമറുടെ ഇൻവോയ്സോ ഇൻവോയ്സ് നമ്പറോ അല്ലെങ്കിൽ കസ്റ്റമറുടെ പേരോ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു സെൽ റിട്ടേൺ അടിക്കാൻ പറ്റും. കസ്റ്റമറുടെ പേരില്ല എന്ന് വിചാരിച്ച് നമ്മൾ സെൽ റിട്ടേണിന് വേറെ ഏതെങ്കിലും ഒരു പേര് അല്ലെങ്കിൽ ഒരു ഡിഫോൾട്ട് ഒരു പേര് കൊടുത്തിട്ടായിരിക്കും നമ്മൾ സെൽ റിട്ടേൺ അടിക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് ഇൻവോയ്സിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടോ ഇൻവോയ്സ് സെർച്ച് ചെയ്തിട്ടോ വേണ്ട ഈ ഒരു സെൽ റിട്ടേൺ അടിക്കാൻ. ഈ രണ്ട് രീതിയിലാണ്. സോ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം എങ്ങനെയാണെന്നുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് എങ്ങനെ നോർമൽ ഒരു ഇൻവോയ്സിന് അഗേൻസ്റ്റ് ഒരു സെൽ റിട്ടേൺ അടിക്കാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ പേര് വിവരങ്ങളൊക്കെ ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യുന്ന ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അഥവാ ഓരോ ഇൻവോയ്സ് അടിക്കുന്ന സമയത്ത് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ മൊബൈൽ നമ്പറും അല്ലെങ്കിൽ കസ്റ്റമറുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നോർമൽ ബിസിനസ്സുകളൊക്കെ അത് ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അങ്ങനത്തെ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് സെയിൽസിൽ പോയിട്ട് തന്നെ നമുക്ക് സെൽ റിട്ടേൺ അടിക്കാൻ പറ്റും. സോ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. സെയിൽസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ സെൽ ഇൻവോയ്സ് കാണാൻ പറ്റും. അപ്പോൾ ഇതിലിപ്പോൾ ഈ 0082 എന്ന ഇൻവോയ്സ് ആണ്, അതിൽ ഒരു പ്രൊഡക്റ്റാണ് എനിക്ക് റിട്ടേൺ വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഇവിടെ വന്നിട്ട് നമുക്കിവിടെ സെൽ റിട്ടേൺ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സോ ആ ഇൻവോയ്സ് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക അതിന് മുമ്പ്. അപ്പോൾ നമുക്ക് കാണാം ആ ഇൻവോയ്സിൽ 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ERDയുടെ ഒരു 2A USB അഡാപ്റ്റർ, സെക്കൻഡ് വൺ ഒരു ബാറ്ററി, തേർഡ് വൺ ഒരു കേബിൾ, 2 കേബിൾ. ഇതിൽ ഒരു കേബിൾ ഞാൻ റിട്ടേൺ കിട്ടുകയാണ് അല്ലെങ്കിൽ വരികയാണെന്നുള്ളത് ചിന്തിക്കാം. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ അതിൻ്റെ ഇവിടെ ഈ 3 ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെൽ റിട്ടേൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് സെൽ റിട്ടേണിൻ്റെ വിൻഡോയിലേക്ക് പോവാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഓപ്പൺ ചെയ്തിട്ടുള്ള ഈ ഒരു വിൻഡോയിൽ സെല്ലിൻ്റെ വിൻഡോയിൽ നമുക്കിവിടെ സെൽ റിട്ടേൺ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഈ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഈ സെൽ റിട്ടേൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും സെയിം വിൻഡോ തന്നെ നമുക്ക് ഓപ്പൺ ആക്കി എടുക്കാൻ പറ്റും. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ 3 പ്രോഡക്ട്സും അതിൻ്റെ ക്വാണ്ടിറ്റി അഥവാ ഈ സെയിൽ നടന്നുള്ള കംപ്ലീറ്റ് പ്രോഡക്ട്സ് ഇതിലുണ്ടായിരിക്കും. നമുക്ക് ഏത് പ്രൊഡക്റ്റാണോ റിട്ടേൺ അടിക്കേണ്ടത് അഥവാ കസ്റ്റമർ നമുക്ക് റിട്ടേൺ ആയിട്ട് തന്നിട്ടുള്ളത് ആ റിട്ടേൺ എൻട്രി ചെയ്യേണ്ട പ്രോഡക്റ്റ് മാത്രം അതിൽ നിർത്തിയിട്ട് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ബാക്കിയുള്ളതിനെ റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ സെൽ റിട്ടേണിൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വിൻഡോയിലുള്ളത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് പ്രോഡക്ട്സും റിട്ടേൺ ആയിട്ട് മാർക്ക് ചെയ്യും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ഈ കേബിൾ എന്ന് പറയുന്ന DCL AV കേബിൾ മാത്രം എനിക്ക് ഒരു പ്രൊഡക്റ്റ് മാത്രം ഒരു ക്വാണ്ടിറ്റി മാത്രമാണ് റിട്ടേൺ അടിക്കാനുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ 2 പ്രൊഡക്റ്റിനെ ഞാൻ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിന് ഒരു ക്വാണ്ടിറ്റി മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുന്നത് സെൽ റിട്ടേൺ അടിക്കുന്നത്. ജസ്റ്റ് 1 ക്വാണ്ടിറ്റി എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ അടിച്ച് പോകുന്നു. ജസ്റ്റ് ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുന്നു. സെൽ റിട്ടേണിൻ്റെ പ്രൊസീജിയർ അവിടെ കംപ്ലീറ്റ് ആയി. ഇനി ആ സെൽ റിട്ടേൺ പ്രൊസീജിയർ കംപ്ലീറ്റ് ആകുമ്പോൾ ബാക്ക് എൻഡിൽ സംഭവിക്കുന്നത് ആ 600 റുപ്പീസ് എത്രയാണോ നമ്മൾ കസ്റ്റമറുടെ തിരിച്ചു വാങ്ങിയത് അത് അവരുടെ അക്കൗണ്ടിൽ നമുക്ക് ഡയറക്റ്റ് റിഫ്ലക്റ്റ് ആവുന്ന രീതി നമുക്ക് കാണാനും സാധിക്കും. അഭിഷേകിൻ്റെത് നമുക്ക് കാണാം 2700 ഉണ്ടായിരുന്നു 2100 ആയി. അഥവാ ആൾ 2700 നമുക്ക് തരാനുണ്ടായിരുന്ന എമൗണ്ടിൽ നിന്ന് 600 രൂപ കുറഞ്ഞതായിട്ട് കാണാൻ പറ്റും. ഡയറക്റ്റ്ലി അതിൻ്റെ എഫക്റ്റ് അക്കൗണ്ട്സിൽ കാണാനും സാധിക്കുന്നുണ്ട്. ഇനി എവിടെയാണ് നമ്മൾ സെൽ റിട്ടേൺ അടിച്ചത് എന്ന് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് നോക്കാം. ഈ സെയിൽസിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ താഴെ സെൽ റിട്ടേൺസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ഈ സെൽ റിട്ടേൺ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്കിവിടെ കാണാം സെയിൽ റിട്ടേണിൽ ഇപ്പോൾ ലാസ്റ്റ് വന്നത് ഏത് ഡേറ്റിലാണോ ചെയ്തിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് 600 റുപ്പീസിൻ്റെ സെൽ റിട്ടേൺ വന്നതായിട്ട് നമുക്ക് കാണാം. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാം എപ്പോഴാണ് ഞാൻ സെൽ റിട്ടേൺ അടിച്ചത്, ഏത് ഇൻവോയ്സിന് അഗെയിൻസ്റ്റാണ് ഞാൻ സെൽ റിട്ടേൺ അടിച്ചത് എന്നുള്ളതും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഏത് ഇൻവോയ്സാണ് ഈ സെൽ റിട്ടേൺ ഇൻവോയ്സിൻ്റെ നമ്പറും ഏത് റെഫറൻസ് നമ്പറാണ് ഏത് ഇൻവോയ്സ് ആണെന്നുള്ളതാണ് അതിൻ്റെ റെഫറൻസ് നമ്പറായിട്ട് കാണാം. സോ അത് നമ്മൾ ഫസ്റ്റ് മെത്തേഡാണ്. ഇനി നമുക്ക് ഡയറക്റ്റ്ലി എങ്ങനെ സെൽ റിട്ടേൺ അടിക്കാം എന്നുള്ളത് നോക്കാം. സോ ഞാൻ ജസ്റ്റ് ഈ സെയിലിൽ തന്നെ എനിക്ക് ശേഷിക്കുന്നത് ശരിക്കും ഈ ഒരു പ്രൊഡക്റ്റിൽ ഒരെണ്ണം നമ്മൾ ഓൾറെഡി സെൽ റിട്ടേൺ അടിച്ചിട്ടുണ്ട്. ഇനി ഉള്ളത് ഈ 3 പ്രൊഡക്റ്റുകളാണുള്ളത്. ഇതിലൊരു പീസ് മാത്രമേ ബാക്കിയുള്ളൂ. ടോട്ടൽ 3 ക്വാണ്ടിറ്റിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ അതെങ്ങനെ ഡയറക്റ്റ്ലി എനിക്ക് സെൽ റിട്ടേൺ അടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ സെൽ റിട്ടേൺസിൽ തന്നെ നമ്മൾ വരുന്നു. എന്നിട്ട് ഇവിടെ ആഡ് ന്യൂ എന്നുള്ള സെൽ റിട്ടേൺ ഓപ്ഷൻ നമുക്കുണ്ട്. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ സെൽ റിട്ടേണിൻ്റെ വിൻഡോ വന്നിട്ടുണ്ടായിരിക്കും. നേരത്തെ നമ്മൾ ഈ സെൽ റിട്ടേണിൻ്റെ വിൻഡോ വന്നപ്പോൾ അതിൽ ഓൾറെഡി എല്ലാ പ്രോഡക്ട്സും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആ ഇൻവോയ്സിൻ്റെ അകത്ത് പോയിട്ട് സെൽ റിട്ടേൺ അടിച്ചതുകൊണ്ടാണ്. ഈ കേസിൽ അങ്ങനെ ഉണ്ടായിരിക്കില്ല.
ഇവിടെ നമുക്ക് കസ്റ്റമറുടെ പേര് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഇനി കസ്റ്റമറുടെ പേര് നമുക്കറിയില്ല, അല്ലെങ്കിൽ കസ്റ്റമർ ഏത് പേരിലാണ് ഇൻവോയ്സ് അടിച്ചത് നമുക്ക് അറിയാത്തൊരു സാഹചര്യം, അതല്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് അക്കൗണ്ട്സ് ഒന്നും നമ്മൾ കീപ്പ് ചെയ്യുന്നില്ല, എല്ലാ സെയിലും നമ്മളൊരു ഡിഫോൾട്ട് കസ്റ്റമറുടെ പേരിലേക്ക്, ഒരു വാക്കിൻ കസ്റ്റമറുടെ പേരിലേക്കാണ് ചെയ്യുന്നതെന്നുള്ള അങ്ങനത്തെ ബിസിനസ്സുകൾക്ക് ആണ് നമുക്ക് ഈ ഒരു കാര്യം കൂടുതൽ യൂസ്ഫുൾ ആകുന്നത്. അങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡിഫോൾട്ടായിട്ട് കസ്റ്റമേഴ്സിൻ്റെ പേര് വല്ലതും നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിഫോൾട്ട് കസ്റ്റമർ പേരിലേക്ക് ആക്കിയെടുക്കാൻ പറ്റും, വാക്കിൻ കസ്റ്റമറുടെ പേരിലേക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഏത് പ്രോഡക്റ്റാണ് ഞാൻ റിട്ടേൺ അടിക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കസ്റ്റമർ എനിക്ക് റിട്ടേൺ ആയിട്ട് കൊണ്ട് തന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കിയിട്ട് അതിൻ്റെ ബാർകോഡ് ഒന്നുകിൽ നമുക്കിവിടെ അടിക്കാം, അതല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ പേര് നമുക്ക് സെർച്ച് ചെയ്യാം. ഇപ്പോൾ ആ കേബിളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ കേബിളിൻ്റെ പേര് ഞാൻ സെർച്ച് ചെയ്യുന്നു. ആ പേര് സെർച്ച് ചെയ്യുമ്പോൾ ഏത് ബാച്ചിൽ നിന്ന് വന്നതാണെന്നുള്ളത് നമുക്ക് പൊതുവെ അതിൻ്റെ ബാർകോഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏത് ബാച്ചിൽ നിന്ന് വന്നാൽ. അല്ലെങ്കിൽ വൺ ഓഫ് ദ ബാച്ച് ഏതെങ്കിലും ഒരു ബാച്ച് നമുക്ക് ചൂസ് ചെയ്തിട്ട് ഏതാണ് എന്നുള്ളത് ഞാൻ വെക്കുന്നു. അതിന് MRP ഞാൻ കൊടുത്ത പ്രൈസ് ഡീറ്റെയിൽസ് എന്തായാലും നമുക്ക് അറിയുന്നുണ്ടായിരിക്കും. സോ അത് ജസ്റ്റ് വരുന്നു, ജസ്റ്റ് ടിക്ക് മാർക്ക് ആവുന്നതോടുകൂടെ വന്നിട്ടുണ്ടാകും. ജസ്റ്റ് ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ വീണ്ടും ആ സെൽ റിട്ടേൺ നമുക്കിവിടെ ആഡ് ആയിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് അതിൽ സെൽ റിട്ടേൺ എന്നുള്ളൊരു ഏരിയ നമുക്ക് അവിടെ ഈ ഒരു എമൗണ്ട് റിഫ്ലക്റ്റ് ആവും. അതുപോലെ തന്നെ നമ്മൾ പ്രോഫിറ്റ് എടുക്കുന്ന സമയത്തും ടോട്ടൽ പ്രോഫിറ്റിൽ നിന്ന് ഈ സെൽ റിട്ടേൺ സംഭവിച്ചപ്പോൾ വന്നിട്ടുള്ള ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റിൽ വന്ന കുറവ് നമുക്കിവിടെ അതും കാണാൻ സാധിക്കും. ഈ രണ്ട് രീതിയിലായിരിക്കും അതിന് അക്കൗണ്ട്സ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഇൻഡിവിജ്വൽ കസ്റ്റമറുടെ ലെഡ്ജറിൽ നമുക്കത് അവരുടെ തരാനുള്ള എമൗണ്ട് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് കൂടുകയോ അല്ലെങ്കിൽ തരാനുള്ള എമൗണ്ട് കുറഞ്ഞോ ആയിരിക്കും കസ്റ്റമറുടെ ഇൻഡിവിജ്വൽ ലെഡ്ജറിൽ അതിൻ്റെ ഈ ഒരു ആക്ഷൻ റിഫ്ലക്റ്റ് ആവുന്നത്. ഇനി ഇത് കസ്റ്റമർക്ക് പ്രിൻ്റ് ഔട്ടോ അല്ലെങ്കിൽ ഷെയറോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെയുള്ള ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്രിൻറ്റ് ഇൻവോയ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഷെയർ അല്ലെങ്കിൽ PDF ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിൽ നിലവിലുണ്ടായിരിക്കും. ഏത് ഡിസൈനിലാണോ നമ്മൾ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഡിസൈനിലുള്ള ഒരു പ്രിൻ്റ് ഔട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും.